എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെ എതിർത്ത കേരള സർക്കാരിന് ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം ലഭിച്ചതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ ബി.ജെ.പി. സംഘടിപ്പിച്ച അഭിനന്ദൻ സഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സമീപകാല ചരിത്രത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയം വിലയിരുത്തുന്ന എല്ലാവർക്കും അറിയാം. 1962 ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണയും ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്നത്. നമുക്കറിയാം, വലിയ അഭിമാനകരമായ വിജയം നേടിയ പല ലോക നേതാക്കളും അവർക്ക് 3 വർഷം കൊണ്ടും 5 വർഷം കൊണ്ടും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ അത്ഭുതകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും മോദിജിയെ പരാജയപ്പെടുത്താൻ വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ ആകെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആകെ ഒരു പെട്ടിയിൽ അവരുടെ വോട്ട് വീഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ 10 വർഷം നടത്തിയ പരിശ്രമങ്ങൾ ബഡ്ജറ്റ് കേരളത്തിൽ അവഗണിച്ചിരിക്കുന്നു. പത്രങ്ങളും ചാനലുകളും ഒക്കെ എഴുതിയത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു കാര്യം കഴിഞ്ഞല്ലോ, വലിയ സമരങ്ങൾ ഇവിടെ നടക്കും. ബജറ്റ് കേരളത്തെ അവഗണിച്ചു. ബജറ്റിലെ നീക്കിയിരിപ്പ് മുഴുവൻ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മാത്രമാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ബജറ്റിലെ ശരിയായ വിഹിതങ്ങളെ സംബന്ധിച്ചുള്ള കണക്ക് വന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ബജറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബജറ്റ്. കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ നികുതി വിഹിതം മാത്രമായി 21,000 കോടി രൂപയാണ് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണത്തെ ബജറ്റിൽ 3,200 കോടി രൂപ അധികം 24,200 കോടിയാണ് കേവലം നികുതി വിഹിതമായി മാത്രം കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. റെയിൽവേയുടെ കാര്യത്തിൽ വലിയ അവഗണനയാണ് കേരളത്തിൽ എന്നാണ് ഇവിടുത്തെ എംപിമാർ പറഞ്ഞത്. 3,100 കോടി രൂപ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരള സംസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടോ? UK ഗവൺമെന്റിന്റെ 10 കൊല്ലം 300 മുതൽ 400 കോടി രൂപ, ശരാശരി 360-370 കോടി രൂപയാണ് ഒരു വർഷം ബഡ്ജറ്റിൽ റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ചത്. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽവേയുടെ കാര്യത്തിൽ വിപ്ലവകരമായിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടായത്, കേരളത്തിലുണ്ടായത്. ഈ വർഷം 3,100 കോടി രൂപയുടെ വികസന പദ്ധതികൾ, നേരിട്ടുള്ള വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ നടപ്പ് പദ്ധതികൾക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വികസന ബജറ്റ്, കൂടുതൽ പണം മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കേന്ദ്ര സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡായാലും, കയർ ബോർഡായാലും, കോഫി ബോർഡായാലും, സ്പൈസസ് ബോർഡായാലും, റബ്ബർ ബോർഡായാലും കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കോടിക്കണക്കിന് രൂപ അധികം നീക്കിയിരിപ്പാണ് ഇത്തവണ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ്. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കിയവർ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കേരളത്തിനാണ് ലഭിച്ചതെന്ന് അറിഞ്ഞതോടെ ഒന്നും മിണ്ടാതെയായി. കേരളത്തിന് ഓണസമ്മാനമായി പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വരെ മോദി സർക്കാർ സമ്മാനിച്ചു. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ, മൂന്നാം വന്ദേ ഭാരത് അടുത്ത ദിവസം കേരളത്തിൽ പുറത്തിറങ്ങാൻ പോകുന്നതിനുള്ള ശുഭവാർത്തയാണ് ഓണസമ്മാനമായി. കഴിഞ്ഞ വിഷുവിനാണ് 2ാം വന്ദേ ഭാരത് കേരളത്തിൽ എത്തിയത്. ഇന്നലെ രാജ്യസഭാംഗമായിട്ടുള്ള ശ്രീമതി പി ടി ഉഷ റെയിൽവേ മന്ത്രിയെ കണ്ടതിന് ശേഷം ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു.
ഗോവയിലേക്കുള്ള കൊച്ചി ഗോവ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി കേരളത്തിൽ വരാൻ പോകുന്നു. കേന്ദ്രത്തിനെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭരണം പരാജയമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങി, തദ്ദേശ സ്ഥാപനങ്ങളിൽ നയാ പൈസ ഇല്ല, ജനമാകെ ദുരിതത്തിലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJP വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ജൂൺ 2 നമ്മൾ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള കാലങ്ങളായി ഈ പാർട്ടിക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം നമുക്ക് ഇവിടുന്ന് BJP കേരളത്തിൽ ജയിക്കില്ല അല്ലെങ്കിൽ BJP കേരളത്തിൽ ജയിപ്പിക്കില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു അജണ്ട അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ ഇത്ര കാലം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ജയത്തിന്റെ അടുത്ത് വരെയാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ K ഗിരീഷ് കുമാർ, E ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.